guys, welcome to another video of gaming dude guys. അപ്പോൾ നമ്മൾ കുറേ ഹൊറർ ഗെയിംസ് കളിച്ചു guys. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇന്ന് നമുക്കൊരു എന്തരായിരുന്നു സോറി guys മറന്നുപോയി. guys അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ഇത് കളിച്ചാലോ ഒരു സിമുലേഷൻ ഗെയിം. അപ്പോൾ guys ഇത് ഡോർ തുറക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കളിക്കാൻ ഉദ്ദേശിച്ച ഗെയിം എന്ന് പറയുന്നത് ഒരു പാർട്ട് ടൈം ജോബാണ് guys നമ്മൾ ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബോക്സ് 0 ഐറ്റം ഗൈസ്. അപ്പം നമ്മളിന്നൊരു മാർക്കറ്റിലെ എന്തിനാ സാധനം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഒരു എംപ്ലോയി ആണ് ഇവിടുത്തെ. ഇതെൻ്റെ സൂപ്പർ മാർക്കറ്റാണ് ഗൈസ്. പേരെവിടെ കാണിച്ചു തരാം. ഇത് പേരില്ലടാ സൂപ്പർ ഗൈസ് കണ്ട ഗെയിമിംഗ് ഡ്യൂഡ് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഗൈസ് എൻ്റെ സൂപ്പർ മാർക്കറ്റാണിതാ ഗെയിമിംഗ് ഡ്യൂഡ്. അപ്പോൾ ഗൈസ് നമുക്ക് സാധനങ്ങളൊക്കെ അടുക്കി വയ്ക്കാം. ഞാൻ കുറേ നാളുടെ പ്രതി ഇങ്ങനത്തെ ഒരു ഗെയിം കളിക്കണമെന്ന്. ഇതിൻ്റെ പ്രൈസ് നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെയാണ് ഗൈസ്, സീനില്ല. 0. എത്രയാണ് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് അറിഞ്ഞു. ഇത് മതി ഗൈസ്, ഈ പ്രൈസ് മതി. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഈ ബോക്സ് കൊണ്ട് ഇവിടെ ഇടാം, സീനില്ല. ഇനി ഇത് എംപ്റ്റി ബോക്സ് ഇതെന്തിനാണ് ഗൈസ്. അപ്പോൾ ഇത് കൊണ്ട് ഈ സാധനം കൊണ്ട് വയ്ക്കാം. ഇതിലൊന്നും ഇല്ലടാ ഒന്നും. ഇതിലൊന്നും ഇല്ലല്ലോ. ആന്നേരം എംപ്റ്റി ബോക്സ് എന്നാ നമുക്ക് ഗൈസ്. നമുക്ക് എംപ്റ്റി ബോക്സ് എന്ന കാര്യം എന്താണ്? ഇതിൻ്റെ ഈ സാധനം നമുക്ക് ഇവിടെ വയ്ക്കാം ഗൈസ്. ഇവിടെ വെച്ചാൽ സീനില്ല. റൊട്ടേറ്റ്. കുറച്ച് ബാക്കിലോട്ട് പോ, അവിടെ ഇരി. ഇനി ഗൈസ് നമുക്ക് സാധനങ്ങൾ ഓർഡർ ചെയ്യണം, പൈസ മൊത്തം തീക്കണം പെട്ടെന്ന്. അപ്പോൾ ഗൈസ് ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. ഈ അടുത്ത് നമുക്ക് വാങ്ങേണ്ടത് പ്രൊഡക്ട്സ് നമുക്ക് കുറേ വാങ്ങുന്നുണ്ട് ഗൈസ്. നമുക്കൊരിത് വാങ്ങാം, ഒരിത് വാങ്ങണം. എന്തരായിരുന്നു ഈ ഫർണിച്ചറെല്ലാം വാങ്ങിച്ചില്ലേ, നമുക്ക് പ്രൊഡക്ട്സാണ് വാങ്ങാം ഗൈസ്. പ്രൊഡക്ട്സ് ഇപ്പം ഞാൻ ഏതൊക്കെ പറഞ്ഞു നോക്കട്ടെ ഗൈസ്. ഈ നീലയും പറഞ്ഞ് ഇതും പറഞ്ഞു. അപ്പോൾ ഇനി ബാക്കി സാധനം വാങ്ങണം. അപ്പോൾ ഗൈസ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കണം ഇത് വാങ്ങാം. പിന്നെ നമുക്ക് ഇതും വാങ്ങാം. 34 ഇത് ആ സാധനം ഒന്നും ഇറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ബാക്കി നമ്മുടെ കയ്യിൽ 34 പോയി സാധനം വാങ്ങാം ഗൈസ് നമുക്കിത്. അപ്പോൾ ഗൈസ് ഞാൻ അത് വാങ്ങാൻ ഇട്ടിട്ടുണ്ട്. ആ സാധനം വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സാധനം ഇതുവരെ വന്നില്ല ഗൈസ്. അപ്പൊ ഗൈസ് സാധനം ഇതുവരെ വന്നിട്ടില്ല. വന്നാ ഇല്ല ഗൈസ്, സാധനം ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ ഓർഡർ ചെയ്താ ഞാൻ ഓർഡർ ചെയ്തോ നോക്കട്ടെ. ക്ലെയിം കണ്ടിന്യൂ ഗൈസ്. അപ്പോൾ നമ്മൾ സാധനം ഓർഡർ ചെയ്തു, പൈസ എനിക്ക് വന്നു ഇവിടെ നിന്നോ. അപ്പോൾ ഗൈസ് സാധനം വന്നാൽ നോക്കട്ടെ. ഞാൻ പോയിട്ട് നമ്മുടെ സാധനം വന്നാ വന്ന് ഇതെന്തിനാണ് ഗൈസ്? നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. തുറ ഇവിടെ വയ്ക്കാം. ചോക്കോസ് ആണെന്നോട് ഗൈസ്. അപ്പോൾ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇത് തുറക്കളാ, നമുക്ക് ആവശ്യം വരും. ഇതിങ്ങനെ എടുത്തിട്ട് ടേക്ക് ചെയ്യാൻ പറ്റുമോ? സോ ഇത് ആവശ്യം വരും ഗൈസ്. ഈ ബോക്സ് നമുക്ക് കളയണ്ട, ഇവിടെ വയ്ക്കാം. ത്രോ ചെയ്യാൻ പറ്റൂല. എന്താ അത്? ഈ സൈഡിൽ ബോക്സ് ഒക്കെ കൂട്ടിയിടാം ഗൈസ്. ഇത് തുറക്കാൻ പറ്റും ഈ ഡോറ്. ത്രോ ഗൈസ് ഇത് ത്രോ ചെയ്യാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് ആറടി അങ്ങനെ ത്രോ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഇത് ഈ ഡോർ തുറക്കുന്നതാണ് ഗൈസ്. ഈ ഡോറും തുറക്കാൻ പറ്റൂല. അടുത്ത സാധനം വന്നു ഗൈസ്. അടുത്ത സാധനം വന്നു. തൂക്കി തെറിയില്ലടി. അപ്പോൾ ഗൈസ് നമ്മളിലിപ്പം കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഇതിവിടെ വയ്ക്കാം. ഇതിൻ്റെ റേറ്റ് നമുക്ക് 10 രൂപ വെച്ച സീനില്ല ഗൈസ്. 11 രൂപ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ സാധനം എടുത്ത് വെളിയിൽ കൊണ്ടുവിടാം ഗൈസ്.
ഇത് വേസ്റ്റ് ഇട്ട് എന്ത് കിട്ടും? പക്ഷെ ഇത് നമുക്ക് വേസ്റ്റ് ഉണ്ടോന്നാണ് എനിക്ക്. ഐറ്റം റീസൈക്കിൾഡ്. ഓ ഇത് കടക്കട്ടെ ഗൈസ്. ബോക്സ് നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. ബോക്സ് ഇവിടെ കടട്ട് ഗൈസ്. ഇനി നമുക്ക് കട തുറക്കാം. ഇപ്പൊ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങും ഗൈസ്. ഇപ്പൊ കസ്റ്റമേഴ്സ് വരട്ടെ. കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങിയ ഗൈസ്. ഒരു കസ്റ്റമർ വന്ന് ഗൈസ്. അപ്പൊ നമ്മുടെ ജോലി നല്ല ബില്ലടിച്ചിട്ട് പൈസ ഒക്കെ തിരിച്ചെടുക്കണം. രണ്ടാൾക്കാർ വന്നതാ ഗൈസ്. അപ്പം ഇത്രയും സാധനം എടുത്താമേ. പൈസ വാങ്ങി ബാക്കി നമുക്ക് 14 രൂപ കൊടുക്കണം ഗൈസ്. $14. അപ്പോൾ ഒരു 5 കൊടുത്ത് ഒരു 5 കൂടി കൊടുത്ത് 1 14 ഇനി അടുത്ത 4 രൂപ കൊടുക്കണം. ആയി ഗൈസ്. കറക്റ്റ് $1 കൊടുത്തിട്ടുണ്ട്. ബാക്കി എടുത്തോ. അടുത്ത 2 ചോക്കോസ്. ATM കാർഡ് ഗൈസ്. അപ്പോൾ ATM കാർഡാണ് ഒരാൾ വന്നത്. അപ്പോൾ അടുത്തത് ചോക്കോസ്. ഇത് ATM കാർഡ് 23.95. കുഴപ്പമില്ല ഗെയിം. സീനൊന്നുമില്ല. 3 ജ്യൂസ്. പൈസ പിച്ചക്കാരനാണല്ലോ ഗൈസ്. ഗൈസ് 0-0 ഓക്കെ കൊടു. ഇവൻ തറ ഇങ്ങനെ ഗൈസ്. അപ്പോൾ ഇവൻ്റെ പൈസ കൊണ്ട് ഇവന് 3 എന്താടാ വേണം $3.96 ബാക്കി കൊണ്ടണം. 50 വെച്ച് കൊടുക്കാം. വേറെ വഴിയില്ല. 50 വെച്ച് കൊടുക്കാം ഗൈസ്. 96 അല്ലേ ഗൈസ്? 96 കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് ഗൈസ് വെയിറ്റ്. കട അടയ്ക്കട്ടെ അല്ലേ ഇനി ആൾക്കാർ കയറി വരൂലേ? ഇല്ല വരൂലെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇതും കൂടി ബില്ലടിച്ചെടുക്കാം ഗൈസ്. ഇനി ആൾക്കാർ വരണമെങ്കിൽ സീനില്ല. നോക്കാം ഗൈസ്. അതിന് കറക്റ്റ് അത് തന്നെ കൊടുത്തോ. ഇനി കട അടയ്ക്കാം ഗൈസ്. അപ്പം നമ്മുടെ കട കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ഗൈസ്. കണ്ടിന്യൂ ഗൈസ്. ഇപ്പം ഇത് മോർണിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട ക്ലോസ് ചെയ്യാം. നമുക്ക് ആ സാധനങ്ങളൊക്കെ സെറ്റപ്പ് ആക്കണ്ടേ? തിരിച്ചു പോകണ്ട വന്നിട്ട് ഗൈസ്. നമുക്ക് ഈ ബോക്സ് ഒക്കെ കൊണ്ട് അകത്തോണ്ടിടാം. ആവശ്യം വരും. സാധനം തീർന്നാ ഗൈസ്? സാധനം തീരാറാ. അപ്പോൾ നമുക്ക് ഇതിൽ സാധനം വാങ്ങണം. അപ്പോൾ നമുക്കിന്ന് വാങ്ങേണ്ടത് പുതിയ സാധനം ഓപ്പൺ ആയില്ല ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ പുതിയ സാധനം ഓപ്പൺ ആയില്ലെന്ന് തോന്നുന്നു ഗൈസ്. നമുക്കിവിടെ ഇത് വാങ്ങിച്ചാലോ? സ്ലോട്ട് മെഷീൻ. നമുക്കിവിടെ എന്തെങ്കിലും സെറ്റപ്പ് ആക്കണം ഗൈസ്. കുറേ സാധനങ്ങൾ വാങ്ങാം. നമുക്ക് ഇത് വാങ്ങാം ഗൈസ്. ഫ്രീസർ വാങ്ങാം. ഫ്രീസർ വാങ്ങാൻ നല്ല പൈസ ആവൂടാ. 400 റാക്ക് സ്റ്റോറേജ്. 400 രൂപയ്ക്ക് ഇത്. അപ്പോൾ ഗൈസ് നമുക്ക് സാധനം വാങ്ങാനൊന്നും പറ്റില്ല. പ്രൊഡക്റ്റ്സ് എല്ലാം വാങ്ങാം ഗൈസ്. ബാക്കി സാധനം തുറന്നില്ലടാ. അപ്പോൾ കട നമുക്ക് തുറക്കാം ഗൈസ്. വേറെ സീനൊന്നും ഇല്ല. അതിന് പറഞ്ഞ് പോകാറുണ്ട്. കസ്റ്റമർ വന്ന് ഗൈസ്. ഗൈസ് കുറേ കസ്റ്റമർ വരണം. നമുക്കപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കാം. ഈ സാധനം എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റുമോ? മാറ്റി ഗൈസ്. അപ്പോൾ ഇതൊക്കെ നമുക്കെടുത്ത് അടിക്കാൻ പറ്റും. സീനാണ് കേട്ടോ. എന്തിനുണ്ട് ഇത് തന്നെ ഗൈസ്. ബാക്കി നമുക്ക് 54 കൊടുക്കണം ഗൈസ്. അപ്പം ഞാൻ കറക്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് അടുത്ത് ഇവൻ എന്തെടുത്തത്? ഇവനും അത് എന്താ 7.46. ഓക്കെ ഗൈസ്. മിക്കവരും തരണത് ATM കാർഡൊക്കെയാണ്. 5 രൂപ 54 രൂപ. കറക്റ്റായില്ലല്ലോ. അപ്പോൾ നമുക്ക് 5 കൊടുക്കണം ആദ്യം. പിന്നെ കൊടുക്കേണ്ടത് 25, 30. അപ്പോൾ ഇനി ബാക്കി ഒരു 10 രൂപ. ഇതരടെ ഞാൻ പറയണത് ഗൈസ്. അപ്പോൾ കറക്റ്റ് പൈസ കൊടുക്കണം ഇവന്മാർക്ക്. ഓക്കെ കൊടുത്ത്. ചോക്കോസ്
ഇവരെന്താ എല്ലാം പൈസ തരാണ്. അപ്പോൾ ഇനി ബാക്കി 47 കൊടുക്കണം ഗൈസ്. ഗൈസ് 2 എണ്ണം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മതി, കഴിഞ്ഞ്. വീണ്ടും വീണ്ടും ആൾക്കാർ വരണ്ടാ. ഇതെന്തൊരു കറക്റ്റ്. ഓക്കെ ഗൈസ് വെയിറ്റ് എനിക്ക് സമയമില്ല, പെട്ടെന്ന് കടാടാ. ഇത് എത്ര പേരാ വരണത് കയറി? ഓ $1. $1 96. അപ്പോൾ 50 25 10 96. ഓക്കെ കൊടു. സിമ്പിൾ, ഈസി പീസി. 10 5 1 1. അടുത്ത 2 കംപ്ലീറ്റ്. സിമ്പിൾ ഗൈസ്, ഈസി പീസിയാണ് ഇതൊക്കെ. ATM കാർഡ് ഇൻ്റെ 8. ഓ 0.8 ഉണ്ടല്ലേ. പക്ഷേ എന്താ ഇത്? ഓ ഗൈസ് കറക്റ്റ്. അടുത്തത് വാ. വീണ്ടും ATM കാർഡ് 18.36. അപ്പോൾ ഗൈസ് നമ്മുടെ പൈസ എത്ര? 550 രൂപയായി. ഗൈസ് ഇനി നമുക്ക് കുറച്ച് സാധനം വാങ്ങാം. ഇനി എന്തെങ്കിലും സാധനമല്ല കംപ്ലീറ്റ് ആയോ ഇല്ല. ഫർണിച്ചേഴ്സിൽ പോയിട്ട് എനിക്ക് വാങ്ങേണ്ട സാധനം ഇതാണ് ഗൈസ്. ഈ ഫ്രീസർ വാങ്ങണം. ഒരു ഫ്രീസർ നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. എനിക്ക് ഇത് വാങ്ങാം ഗൈസ്, ഈ റാക്ക് സ്റ്റോറേജ്. അതല്ലെങ്കിൽ ഈ സാധനം വാങ്ങാം. കുറേ സാധനം വാങ്ങണം ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് വാങ്ങാം. അത് വാങ്ങാൻ ഇട്ടിട്ടുണ്ട്. ഇതിനടുത്ത് പ്രൊഡക്ട്സിൽ പോയിട്ട് ഇത് വാങ്ങാം ഗൈസ്. എന്തെങ്കിലും സാധനം തീർന്നോട്ടെ ഗൈസ്. ഞാൻ പോയിട്ട് ആദ്യം ഇത് വാങ്ങാൻ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും സാധനം തീർന്നാ നോക്കട്ടെ. ഓ ജ്യൂസ് തീരാറായി, ജ്യൂസ്. അപ്പോൾ നമുക്ക് ജ്യൂസും കൂടി വാങ്ങാം. നമുക്ക് എല്ലാം വാങ്ങാം ഗൈസ്. ഇത്ര തന്നെ, നമുക്ക് സീനൊന്നുമില്ല, നമ്മളെല്ലാം വാങ്ങും. ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാം വന്നിട്ടുണ്ട്. ബാക്കി 124 രൂപ വന്നിട്ടുണ്ട്. MT ബോക്സ് ഇതെന്തിനാണ് ഗൈസ്? MT ബോക്സ് എന്തിനാണ്? കട ഈ റൂം അത് തുറക്കാൻ പറ്റുമോ? തുറ. അൺലോക്ക് ബൈ പർച്ചേസിങ് ഇൻ PC അറ്റ് ലെവൽ 3. ഓ അത് ഓപ്പൺ ആകണമെങ്കിൽ PC വാങ്ങണമെന്ന്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കി എന്ത് ചെയ്യണം? ഇത് ഓപ്പൺ പറ്റൂലടേ. എന്താടേ ഗൈസ് നമ്മളെ സാധനം ഇതുവരെ വന്നിട്ടില്ല. ബൈ ദ വേ അത് വരട്ടെ. അതുവരെ നമുക്ക് കട തുറന്നിട്ടാലോ ഗൈസ്? നമുക്ക് ഇങ്ങോട്ട് നടന്നിറങ്ങി പോകാൻ പറ്റുമോ? എവിടെയെങ്കിലും നോക്കട്ടെ, ഇറങ്ങി പോകാൻ പറ്റുമോന്ന് ഗൈസ്. ഇവിടെ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. ബൈ ദ വേ കാർ വല്ലതും ഓടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ല ഗൈസ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്ക്. ഇവിടെ വെന്റിലേറ്റർ. ഗൈസ് നമ്മുടെ ഷെൽഫൊന്നും ഇതുവരെ വന്നിട്ടില്ല. കട ഓപ്പൺ ആക്കാം. ഇപ്പോൾ നോക്കി ഗൈസ്, കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ട. നമ്മൾ കട ഓപ്പൺ ആക്കി ആൾക്കാരിങ്ങനെ വന്നു കൊണ്ടേയിരിക്കും ഗൈസ്. അതാണ് കുഴപ്പം ഗൈസ്. ബൈ ദ ബൈ നമ്മുടെ ജ്യൂസും തീരാറായി, ഇത് തീരാറായി, സ്പെഗറ്റി. കട അടയ്ക്കാൻ സമയമാടാ, രാത്രിയാടാ. പെട്ടെന്ന് സാധനം ഒന്നും വെച്ചാൽ വാങ്ങും ഗൈസ്. ഒരാൾ വന്നിട്ട് വാങ്ങാതെ ഇറങ്ങി. ഇപ്പം എന്താ കാർഡ് സീനില്ല ഗൈസ്. 45. അടുത്തത് കൊണ്ടോ, പെട്ടെന്നുണ്ടോ. 21.30 ഗൈസ്. കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബില്ലടിക്കുമ്പോൾ എക്സ്പേർട്ടായി ഗൈസ്. ചോക്കോസ് വാങ്ങണം ഒരാൾ വന്നിട്ട്. ചോക്കോസ് അല്ല, സജിയ എന്തൊരു സാധനം വാങ്ങിച്ചിട്ട് പോകണം. അപ്പോൾ 3.54. ഓക്കെ 7.7
46. ഓക്കെ കട കടക്കിത്ര സമയമാണ്, എത്ര സമയമാണ് ഇത്, ആൾക്കാർ ഇത്ര വരണു ഡെലിവേർഡ് ഗൈസ്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇതും കൂടി ബില്ലടിച്ച് കൊടുക്കാം. 15 തുടങ്ങുമല്ലേ, 5, 8. അപ്പോൾ ഗൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പൈസ. പെട്ടെന്ന് പോ, കട അടയ്ക്കാൻ സമയമായി എനിക്ക്. 13 ആദ്യം, പിന്നെ 96 അല്ലേ, 96. ഓക്കെ അടുത്ത കൊണ്ടുപോകട്ടെ, സീനില്ല. അയ്യോ മീനിൻ്റെ പൈസ 2, 21. 1 കഴിഞ്ഞ് കൊടു ഗൈസ്. നമ്മുടെ കടയിൽ 4-ാമത്തെ ദിവസമോ 5-ാമത്തെ ദിവസം കഴിഞ്ഞെന്തോ. അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത രാവിലെ ആയിട്ടുണ്ട്, അടുത്ത ദിവസം ലീവ്. കട പെട്ടെന്നടാ. കട അടച്ചിട്ടുണ്ട് ഗൈസ്. ഇത് തുറക്കാൻ പറ്റുമോ? ഈ ഡോർ എന്താ തുറക്കാൻ പറ്റാത്തത്? ഇറ്റ് ടാപ്പ് ടു അൺലോക്ക് ബൈ പർച്ചേസിങ് ഇൻ PC അറ്റ് ലെവൽ 3. അപ്പോൾ നമുക്ക് PC-യിൽ ഇത് വാങ്ങാൻ പറ്റുമോ? ഡോറ് നോക്കട്ട്. അപ്പോൾ നമുക്ക് PC-യിൽ ഡോറ് വാങ്ങണം ഗൈസ്, അങ്ങനെ എന്തോ ആണ് സംഭവം. ഫർണിച്ചർ ഷിപ്പ് നോക്കട്ടെ, ഡോറ് വല്ല വാങ്ങാണ്ടാണ്. ഇല്ലല്ല, പിന്നെന്ത് മാനേജ് ഉണ്ട് ഗൈസ്. ഇത് ഇത്ര സാധനം നമുക്ക് അൺലോക്ക് ആവണ്ടല്ലേ. അപ്പോൾ ഇത് നമുക്ക് അൺലോക്ക് ആക്കാം ഗൈസ്. ഇല്ല 20 ഉള്ളൂ, കൊടുക്കാം. അപ്പോൾ ഇത് അൺലോക്ക് ആക്കി ഗൈസ്. ഞാൻ ഇത് അൺലോക്കാനാക്കാൻ 200 കൊടുക്കണം, എനിക്ക് വയ്യ. ഡെക്കർ എന്തൊക്കെയാണ്? ബക്സ് ഫ്രീ ഡെലിവറി വേണ്ട, നമുക്ക് ഫ്രീ ആയിട്ടൊരു സാധനം വേണ്ട ഗൈസ്. അല്ല സ്റ്റോറിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ടോ നോക്കട്ടെ. സ്റ്റോർ കൊടുത്തിരിക്കുന്നു, സ്റ്റോറിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പ്രൊഡക്ട്സ് വാങ്ങാം. ഇനി നമുക്ക് അത് പ്രൊഡക്ട്സ് വാങ്ങാൻ പറ്റും. യെസ് ഗൈസ്, ഇനി നമുക്ക് ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാങ്ങിക്കളയാം. 1 വാങ്ങിച്ച്, ഇത് വാങ്ങിച്ച്, 19, ഇത് 3, എല്ലാം വാങ്ങാം ഗൈസ്, എല്ലാം വാങ്ങാം. നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ നമുക്ക് ഫുള്ള് വാങ്ങാം ഗൈസ്. 104 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൈസ ഉണ്ട്. ബൈ. അപ്പോൾ ഗൈസ് നമ്മുടെ പ്രൊഡക്റ്റ് വെളി വന്ന് ഗൈസ് നമ്മളൊരു ഷെൽഫ് അന്ന് ഓർഡർ ചെയ്തില്ല, അത് വന്ന്. പിന്നെ ഗൈസ് നിറയെ സാധനം വേണ്ട. റൊട്ടേറ്റ് ഇവിടെ കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ട് നമുക്ക് പ്ലേസ്. അപ്പോൾ നമുക്ക് ഇനി കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ബാക്കി പൈസ കൊണ്ട് ഇനിയും കുറച്ച് സാധനം വാങ്ങണം. ഇത് വാങ്ങിച്ചില്ല, സ്പെഗേറ്റി ഇതൊക്കെ. ഇതും കൂടി വാങ്ങിച്ച് വിടാം. ബൈ. അപ്പോൾ ഗൈസ് നമ്മുടെ കുറേ കൊറിയർ വന്നറ അവളിയിൽ. നമ്മുടെ ജ്യൂസാണ് ഗൈസ്. ജ്യൂസ് ഞാൻ ഓർഡർ ചെയ്താ. അല്ലാ, ഞാൻ ജ്യൂസ് ഓർഡർ ചെയ്തതാണ്, ഇപ്പം വീണ്ടും ഓർഡർ ചെയ്ത്. അയ്യോ 2 എണ്ണം ബാക്കി വന്നു ഗൈസ്. സീനില്ല, നമുക്ക് ഇവിടെ ഇട്ടിരിക്കാം. ഗൈസ് പെട്ടി അടയ്ക്കാൻ പറ്റൂലടാ. അടയ്ക്കാൻ പറ്റും. ഇനി അടച്ചിട്ട് ഇവിടെ ഇട്ടാൽ പോരെ സൈഡിൽ. ഗൈസ് പെട്ടിയൊക്കെ നമുക്ക് അടച്ച് സൈഡിലിടാം. പെട്ടി എടുത്തിട്ട് നമുക്ക് അടയ്ക്കണം. അയ്യോ എന്നിട്ട് ഇവിടെ എടുത്തിടാം. കാരണം ഇങ്ങനെ അടിക്കടിക്ക് വെച്ചാൽ മതി ഗൈസ്, നമുക്ക് ആവശ്യമില്ല സാധനം. ഇങ്ങോട്ട് എടുത്തിട്ട് എന്തൊരു പാക്കേജ് ഡെലിവർ ആയി ഗൈസ് നമ്മുടെ. നമുക്ക് ഇതിവിടെ ഇടാല്ലേ. ഗൈസ് നമുക്ക് ഈ പെട്ടിയൊക്കെ അടച്ചിടാം, എന്നിട്ട് തറയിടാം. പൊക്ക് എറി എങ്ങനെയെങ്കിലും എടുത്ത് പോ. ആശം പിടിച്ചത് നീങ്ങ്. അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത പാക്കേജ് വന്നിട്ടുണ്ട്. ഇത്രയും ഓർഡർ ചെയ്താടാ. ഇത് നമ്മുടെ ഇതിവിടെ ഇരിക്കട്ടെ ഗൈസ്. നമുക്ക് ഓരോ സ്ഥലത്ത് വെക്കണം. ഇതിവിടെ വെക്കട്ടെ. ക്യാൻ ഉള്ളി ഡിസ്പ്ലേഡ് ഫ്രിഡ്ജാ.
ഇത് വെക്കണമെങ്കിൽ ഫ്രിഡ്ജ് വേണോന്ന്. അല്ലാഹു, എഗ്ഗ് ഇതും വെക്കാൻ പറ്റുമോ? ഇത് വെക്കാണ്ട് ഫ്രിഡ്ജ് വേണോ? ഈ ഗൈസ് മുട്ട ഫ്രിഡ്ജിലല്ലല്ലോ വെക്കണത് അല്ലേ? ഓപ്പൺ. അയ്യോ, ഇതൊക്കെ ഫ്രിഡ്ജിലേ വെക്കാൻ പറ്റൂ. അളവി ഗൈസ്, അളവി ഗൈസ്, അളവി. ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. പാസ്ത ഇത് വെക്കാൻ പറ്റൂലേ? ഇത് വെക്കാൻ പറ്റുന്ന എൻ്റെ ഒരു വിശ്വാസം. ഗൈസ് നമുക്ക് അതൊക്കെ വെക്കണമെങ്കിൽ ഫ്രിഡ്ജ് വാങ്ങണം. ഫ്രിഡ്ജ് എവിടെയാണ്? എനിക്കറിഞ്ഞൂടാ ഫ്രിഡ്ജ് എവിടെയാണെന്ന്. ഗൈസ് നമുക്ക് ഫ്രിഡ്ജ് വാങ്ങണം. ഇത് മുട്ട എടുത്ത് അടച്ചു വല്ലേ ചിലപ്പം പണിയാവും. ഗൈസ് അപ്പോൾ നമുക്ക് മുട്ട അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇതെടുക്കാം ഗൈസ്, സെറിയൽസ്. അപ്പോൾ സെറിയൽസ് കൊണ്ട് അടുക്കി വയ്ക്കാം. ഓപ്പൺ. ഇതല്ലേ സെറിയൽസ്? ഗൈസ് നമ്മുടെ സെറിയൽസ് ഓൾറെഡി നമ്മുടെ ഉണ്ടോ വലിയ സീനില്ല. ഒന്നും കൂടി വെക്കാൻ പറ്റും, അതിനും കൂടി വെക്കാൻ പറ്റില്ലല്ലേ? ഇവിടെ വെക്കാം. നമുക്കെന്ത് പേടി? അപ്പോൾ നമുക്ക് ജ്യൂസ് കൊണ്ട് എടുത്ത് ഇവിടെ വെച്ചാലോ? നമ്മുടെ ജ്യൂസ് എവിടെയാണ് ഗൈസ്? നമ്മുടെ അതാണ് ജ്യൂസ് ഇവിടെ വെക്കാൻ പറ്റും. നോക്കട്ടെ വെക്കാൻ പറ്റുമോന്ന്. ഇവിടെ കിടക്കട്ടെ, പിന്നെ വല്ല ആവശ്യമില്ലല്ലോ. ഇവിടെ വെക്കാം. ക്ലോസ് എവിടെ എറി ഗൈസ്? അപ്പം നമുക്ക് അടുത്ത സാധനം എടുത്തിട്ട് തരാം. അടുത്ത എന്തൊരു മൈദാമാവ് ഗൈസ്. മൈദാമാവ് ഇവിടെ വയ്ക്കാം. ഗൈസ് അപ്പം നമുക്ക് ഈ സാധനമൊക്കെ വെക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം. എന്തരടാ കുറേ സാധനങ്ങളുണ്ടല്ലോ. കോഫി മീഡിയം. ഓപ്പൺ. ഇത് വെക്കാൻ പറ്റുമല്ലോ ഇവിടെ? ഇത് വെക്കാൻ പറ്റും ഗൈസ്. നമുക്കപ്പോൾ മുട്ടയും അതും വെക്കാനാണെങ്കിൽ എന്തെങ്കിലും സാധനം വേണം ഗൈസ്. അപ്പോൾ അതിൻ്റെ പ്രൈസിന് വെച്ചിട്ടുണ്ട്. അടുത്തത് ഇതുകൊണ്ട് ദൂരെ കളവ കടകത്ത്. അടുത്തത് ബ്രെഡ് ഗൈസ്. ബ്രെഡ് നമുക്ക് ഇതിൻ്റെ മണ്ടേ വെക്കാം. ബ്രെഡ് ഫുള്ളായാടാ, എന്ത് പറ്റി? അപ്പോൾ ബ്രെഡിൻ്റെ പ്രൈസ് വെച്ചിട്ടുണ്ട്. ഇനി ഇത്ര വയ്ക്കാൻ പറ്റൂല. എന്താ അതെന്താണ് കാര്യം ഇത്ര വയ്ക്കാൻ പറ്റുന്ന പറഞ്ഞാൽ? ഗൈസ് ബാക്കി ബ്രെഡൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കള. ഇനി ഇവിടെ എന്തൊരു നാമി പാസ്ത സ്പെഗറ്റി. വീണ്ടും പാസ്തയാ? എത്ര പാസ്തയാടാ ഉള്ളത് മൊത്തം? ഇതാ പാസ്ത വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത എന്തൊരു എന്താ ഈ ഷുഗർ ലൈറ്റ് ബ്രൗൺ ഡ്രാഗൺ. എന്ത് സാധനം ഗൈസ് ഇതൊക്കെ? എനിക്കറിഞ്ഞൂടാ ഗൈസ്, എന്തൊക്കെയോ സാധനം ഉണ്ട് കുറേ. ഓപ്പൺ. ഇത് വെക്കാൻ പറ്റുമോ ഇവിടെ? ഇത് വെക്കാൻ പറ്റും. എന്തിനാണ് സാധനം ഇത്? എന്തോ ഒരു ഇതാണ് ഗൈസ്. ഇതിൻ്റെ പ്രൈസ് വെച്ചില്ല ഞാൻ. അയ്യോ അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്തില്ലടേ. ഇതിപ്പോൾ എന്തിനാ ഈ ബോക്സ് ഇറങ്ങട്ട് ഗൈസ് ഇവിടെ? ഗൈസ് നമുക്ക് എം ടി ബോക്സ് ഒക്കെ എടുത്ത് വെളിയിൽ കൊണ്ടിടാം. ഇതാണ് എൻ്റെ പ്ലാൻ. എം ടി ബോക്സ് ഒക്കെ നമുക്ക് ഇവിടെ ഇടാം. ഗൈസ് നമുക്ക് എം ടി ബോക്സ് ഒക്കെ ക്ലോസ് ചെയ്ത് ഇവിടെ കൊണ്ടിടാം. അപ്പോൾ സീനില്ലല്ലോ, അവിടെ കിടന്നോളൊന്നും. ഇനി വാട്ടർ ബോട്ടിലുണ്ട് വയ്ക്കണം ഗൈസ് നമുക്ക്. എടറാ നമുക്ക് വാട്ടർ ബോട്ടിൽ ഇവിടെ വയ്ക്കാം. അതായത് ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെന്ന്. ക്ലോസ് ഇവിടെ ഇട്. ഇതെന്താണ് എം ടി ബോക്സ് ആണോ ഗൈസ്? എം ടി ബോക്സ് ഒക്കെ കൊണ്ട് നമുക്ക് വെളി അറിയാം, വേറെ വഴിയില്ല. മാറി ഇവിടെ എം ടി ബോക്സ് ഉണ്ട്. ത്രോ എം ടി ബോക്സ് കുറേ ഉണ്ട് ഗൈസ്. എനിക്ക് അറിഞ്ഞിട്ട് എന്താണെന്ന് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഈ എം ടി ബോക്സ് ഉണ്ട് ഇവിടെ. ഇനി പറ എന്തിനാണിത്? ഇതെടുക്കാൻ പറ്റില്ല ഗൈസ്. ഇത് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് അകത്തുകൊണ്ട് വയ്ക്കാം.
ഇവിടെ വെച്ചാ പോരെ? ക്ലോസ് ചെയ്ത് നമുക്ക് ഇവിടെ അറിയാം ഗൈസ്. മതി ഇനി ഓപ്പൺ ആക്കട, ഓപ്പൺ ആക്കി ഗൈസ്. ഫ്രിഡ്ജിന് എത്ര രൂപ ഫ്രിഡ്ജിന് നോക്കട്ടെ. ഫ്രിഡ്ജിന് 400 രൂപയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു ഫ്രിഡ്ജ് വാങ്ങാനുള്ള പൈസ ഉണ്ടാക്കണമെന്ന്. ബാക്കടി കട ആൾക്കാരൊക്കെ ഒന്ന് തുടങ്ങി ഗൈസ്. അപ്പോൾ നമ്മുടെ എന്തിനാണ് സൂപ്പർ മാർക്കറ്റ് സിമുലേഷൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു ഫ്രിഡ്ജ് വാങ്ങുന്നതായിരിക്കും.